അങ്ങനെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ടർബോഫാൻ നിർമ്മിക്കുന്ന കേന്ദ്രമായിട്ട് ഇന്ത്യ മാറുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളിൽ ഒരാളായിട്ട് ഇന്ത്യ മാറുക എന്നൊരർത്ഥമുണ്ട്. പാകിസ്ഥാനും ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു വൻ ഭീഷണി സൃഷ്ടിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തികളുടെ കണക്കെടുക്കുമ്പോൾ ആധുനിക യുദ്ധവിമാനങ്ങളുടെ ജീവനാഡിയായിട്ടുള്ള എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ അവർക്കുണ്ടോ, അവർ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നതാണ്. അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഈ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിൻ്റെ സാങ്കേതികവിദ്യ അതുപോലെ തന്നെ എഞ്ചിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് റഷ്യ നൽകുകയാണ്. അപ്പോൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ച ഒരു സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ റഷ്യ നമുക്ക് തരാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ റഷ്യയുമായി കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് സാങ്കേതികമായ സഹായം നൽകാനോ അല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ നൽകാനോ റഷ്യക്ക് സാധിക്കാതെ വരും. എന്തിന് യുദ്ധവിമാനങ്ങൾ പോലും നൽകാൻ പറ്റില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന എഞ്ചിനോ വിമാനങ്ങളോ ഒക്കെ തന്നെ പരസ്പരം കൈമാറാൻ ഇന്ത്യക്ക് സഹായകമാകും, അല്ലെങ്കിൽ റഷ്യക്ക് അത് ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു. കാരണം അമേരിക്ക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്ന് നിരുപാധികം എണ്ണ വാങ്ങുന്നുണ്ട്. അവരുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ പേടിയൊന്നുമില്ല.